എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ പാരലൽ ലൈൻസ് അഥവാ സമാന്തര വരകൾ. അപ്പോൾ ഈ പാരലൽ ലൈൻസ് അഥവാ സമാന്തര വരകൾ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് അല്ലേ? അതായത് ഇപ്പോൾ രണ്ട് വരകൾ എടുക്കുകയാണെങ്കിൽ ഈ രണ്ട് വരകൾ എത്ര നീട്ടിയാലും ഇപ്പം അങ്ങോട്ട് നീട്ടിയാലും ഇങ്ങോട്ട് നീട്ടിയാലും അവ തമ്മിൽ കൂട്ടിമുട്ടുകയില്ല അല്ലേ? അതിനെയാണ് നാം സമാന്തര വരകൾ എന്ന് പറയുന്നത്. ഇപ്പം നോക്കിയേ, ആദ്യത്തെ ചിത്രം നോക്കിയേ. അപ്പോൾ ഈ വരകൾ ഞാൻ ഇങ്ങോട്ട് എത്ര നീട്ടി, ഈ രണ്ട് വരകൾ ഇങ്ങോട്ട് എത്ര നീട്ടിയാലും അവ തമ്മിൽ കൂട്ടിമുട്ടുകയില്ല അല്ലേ? മാത്രമല്ല അവ തമ്മിലുള്ള അകലം കൂടുകയോ കുറയുകയോ ചെയ്യില്ല. അല്ലാണ്ട് കൂട്ടിമുട്ടില്ലെന്ന് വിചാരിച്ചിട്ട് അതിങ്ങനെ അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയല്ല. ഒരേ അകലത്തിൽ തന്നെ എത്ര നീട്ടിയാലും ഒരേ അകലത്തിൽ തന്നെ പോയിരിക്കും അല്ലേ? അപ്പൊ അതിനെയാണ് നാം സമാന്തര വരകൾ എന്ന് പറയുന്നത്. അതായത് അവ തമ്മിൽ എത്ര നീട്ടിയാലും അങ്ങോട്ട് നീട്ടിയാലും ഇങ്ങോട്ട് നീട്ടിയാലും അവ തമ്മിൽ കൂട്ടിമുട്ടില്ല. മാത്രമല്ല അവ തമ്മിലുള്ള അകലം എപ്പോഴെന്തായിരിക്കും? ഒരേ അകലം തന്നെയായിരിക്കും. അപ്പൊ ഇതാണെങ്കിലും ഇതും സമാന്തര വരകൾ തന്നെയാണ് അല്ലേ? ഇനി ഇതൊന്ന് നോക്കിയേ, ഇവിടെയാണെങ്കിൽ നോക്കിയേ, ഇതിങ്ങനെ കുറേയും കൂടി നമ്മളിങ്ങനെ നീട്ടുകയാണെങ്കിൽ, ഇതും ഇതേപോലെ നീട്ടുകയാണെങ്കിൽ ഇവിടെ വെച്ച് എന്താവും? ഇവ തമ്മിൽ കൂട്ടിമുട്ടും അല്ലേ? അത് മാത്രമല്ല ഇതിങ്ങനെ ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് അകലം എന്താണ്? കൂടി വരികയാണ് അല്ലേ? അതായത് ഇതെന്തല്ല, ഇത് ഒരു സമാന്തര വര അല്ല. ഇപ്പം നമുക്കറിയാം നമ്മുടെ നോട്ട് ബുക്കിൽ അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ കോപ്പി 4 വര കോപ്പി ഉണ്ടാവും, 2 വര കോപ്പി ഉണ്ടാവും അല്ലേ? അപ്പം അതിലെ വരകളൊക്കെ എന്താണ്? സമാന്തര വരകളാണ്. അതായത് നമുക്ക് ചുറ്റുപാട് നോക്കുകയാണെങ്കിൽ ധാരാളം സമാന്തരമായിട്ടുള്ള വരകൾ ഇഷ്ടം പോലെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് പഠിക്കാൻ പോകുന്നത് ഈ സമാന്തര വരകളുമായി ബന്ധപ്പെട്ട ചില കോണുകളുണ്ട്, ചില ആംഗിളുകൾ. ഈ ആംഗിളുകളെ കുറിച്ചാണ് നാം ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നാം കഴിഞ്ഞ വർഷം പഠിച്ച കുറച്ച് കാര്യങ്ങൾ വേഗം നമുക്ക് ഓർത്തു പോകാം. അപ്പോൾ അത് നമ്മൾ ഓർക്കുകയാണെങ്കിൽ ഈ പാഠം നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പഠിക്കാൻ പറ്റും. ഞാനിവിടെ ഒരു ലൈൻ വരച്ചു. ഇത് വളരെ റഫായിട്ട് വരയ്ക്കുന്നതാണ്, അതുകൊണ്ട് ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ്. മനസ്സിലായല്ലോ? ഇനി ഇതിന് പെർപെൻഡിക്കുലറായിട്ട്, അതായത് ലംബമായിട്ട് ഞാൻ മറ്റൊരു വര വരയ്ക്കുകയാണ്. അപ്പോൾ ലംബമായിട്ട് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് ലംബമാണ്. ലംബമായിട്ട് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതായത് ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും അല്ലേ? നമുക്കിവിടെ 4 കോണുകൾ കിട്ടുന്നുണ്ട് അല്ലേ? ഈ 4 കോണുകൾ എത്ര വെച്ചായിരിക്കും? ഈ വര ലംബമായി പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഇത് 90 ആയിരിക്കും, ഇതും 90 ആയിരിക്കും അല്ലേ? ഇതും 90 ആയിരിക്കും, ഇതും 90 ആയിരിക്കും ആണല്ലോ. അപ്പോൾ ഈ 4 ആംഗിളും എത്ര വെച്ചായിരിക്കും? 90 ഡിഗ്രി വെച്ച് ആയിരിക്കും. അത് നമുക്കറിയാം. ഇനി നമുക്ക് ഈ ലൈൻ തന്നെ ഒന്നുകൂടി ഞാൻ വരച്ചു, ഈ ലൈൻ തന്നെ. ഇനി ഈ പെർപെൻഡിക്കുലറായി വരച്ചതിന് പകരം ഞാൻ കുറച്ച് ചെരിച്ച് വരച്ചു എന്ന് വിചാരിക്കാം. ഇപ്പം ഇങ്ങനെ വരച്ചൊരു വര. അപ്പോൾ നമുക്ക് എത്ര കോണുകൾ ഉണ്ടാകുന്നുണ്ട്? 4 കോണുകൾ തന്നെ ഉണ്ടാകുന്നുണ്ട് അല്ലേ? ഈ കോണുകളുടെ പ്രത്യേകത എന്തായിരിക്കും? 2 ചെറിയ ആംഗിൾ അല്ലേ? ഇത് ഒരു ചെറിയ ആംഗിളാണ്, കണ്ടല്ലോ. ഇത് ഒരു വലിയ ആംഗിൾ, ഇത് ഒരു ചെറിയ ആംഗിൾ, ഇതും ഒരു വലിയ ആംഗിൾ അല്ലേ? അതായത് 2 ചെറിയ ആംഗിളുകൾ ഉണ്ടാകുന്നുണ്ട്, 2 വലിയ ആംഗിളുകളും ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്ന ചെറിയ ആംഗിളുകൾക്ക് എപ്പോഴെന്തായിരിക്കും? ഒരേ അളവ് തന്നെ ആയിരിക്കും. അതായത് ഇതിപ്പോൾ ഒരു 50 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക, ഇതൊരു 50 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 50 തന്നെ ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ചെറിയ 2 ആംഗിളുകൾക്കും ഒരേ അളവ് തന്നെയായിരിക്കും, വലിയ 2 ആംഗിളുകൾക്കും ഒരേ അളവ് തന്നെ ആയിരിക്കും. മാത്രമല്ല നമുക്കറിയാം, ഒരു ചെറിയ അളവും ഒരു വലിയ അളവും, അതായത് ഒരു ചെറിയ കോണും വലിയ കോണും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. മനസ്സിലായല്ലോ? അപ്പോൾ ഇതൊക്കെ നന്നായി ശ്രദ്ധിച്ച് പഠിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്കുള്ള ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഒക്കെ ഇത് ആവശ്യം വരും. അതായത് ഒരു ലൈൻ, ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ്. സ്ട്രെയിറ്റ് ലൈൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അല്ലെങ്കിൽ ഇത് കണ്ട, ഇതും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആംഗിളും 180 ആണ്. അതായത് ഈ ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടണം. അതല്ലെങ്കിൽ ഈ ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടണം. അതല്ലെങ്കിൽ ഈ ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 180 കിട്ടണം അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കിയാൽ ഈ ചെറിയ ആംഗിളും ഈ വലിയ ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ ആംഗിൾ മൊത്തം 180 അല്ലേ? ഇത് മൊത്തം 180 നിന്ന് ഇത് കുറച്ചാൽ പോരെ? അതായത് 180 നിന്ന് 180 മൈനസ് 50, 130 ഡിഗ്രി. കണ്ടോ? അപ്പോൾ ഈ ആംഗിൾ നമുക്ക് കിട്ടി 130 ഡിഗ്രി. ഈ ആംഗിൾ എത്രയായിരിക്കും? ഇത് 130 തന്നെ ആയിരിക്കും അല്ലേ? എങ്ങനെ കിട്ടി നമുക്ക്? ഈ ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180, ഇതേപോലെ തന്നെ 180 കിട്ടണം. അപ്പോൾ ഇത് 50 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇത് 130 തന്നെ ആയിരിക്കും അല്ലേ? അതായത് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളുകൾ എപ്പോഴും ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പോൾ അതായത് ഇത് 50 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 50. ഇത് 130 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 130 ഡിഗ്രി. ഇനി ഇതുപോലത്തെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ, ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഒരു ആംഗിൾ ഇത്. ഇനി ഈ ആംഗിൾ ഒരു 140 ഡിഗ്രിയാണ്.
അങ്ങനെയാണെങ്കിൽ മറ്റു ആംഗിളുകൾ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? ഇതൊരു സ്ട്രേറ്റ് ലൈൻ, ഈ ഒരു ലൈൻ ഇങ്ങനെ മുറിച്ചു പോകുന്നു. ഇതിൻ്റെ ഒരു ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട് 140 ആണെങ്കിൽ മറ്റു ആംഗിളുകൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്കിത് ഇതേ രൂപത്തിൽ എളുപ്പം കണ്ടുപിടിക്കാം അല്ലേ? അതായത് ഒരു വലിയ ആംഗിൾ, ഒരു ചെറിയ ആംഗിൾ രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം? 180 കിട്ടണം. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? 180. 180ൽ നിന്ന് 140 കുറച്ചാൽ മതി അല്ലേ? അതായത് 40 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ നമുക്ക് കിട്ടി 40 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ 40 ആണെങ്കിൽ ഈ ചെറിയ ആംഗിൾ എത്രയായിരിക്കും? ഇതും 40 ഡിഗ്രി അല്ലേ? അതായത് ചെറിയ ആംഗിളുകളൊക്കെ ഈക്വൽ ആയിരിക്കും. ഇനി വലിയ ആംഗിൾ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് 140 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ഇതും 140. മനസ്സിലായല്ലോ? ഇപ്പം ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ തന്നെ ഒരു ലൈൻ, ആ ലൈനിനെ വേറൊരു ലൈൻ ഇങ്ങനെ ക്രോസ് ഇതിങ്ങനെ മുറിച്ച് പോകുന്നു അല്ലേ? ഇങ്ങനെയാണെങ്കിൽ നേരത്തെ അതേ ആംഗിൾ തന്നെ എഴുതാം നമുക്കൂടെ. ഇവിടെ ഇത് ഡിഗ്രി 50 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ മറ്റുള്ള കോണുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയല്ലേ അല്ലേ? ഈ ആംഗിൾ എത്ര വരും? ഈ ആംഗിൾ നമുക്ക് 180ൽ നിന്ന് 50 കുറച്ചാൽ മതി അല്ലേ? അതായത് 130 ഡിഗ്രി. അപ്പോൾ നമുക്കറിയാം വലിയ ആംഗിളും ചെറിയ ആംഗിളും ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പോൾ ഇത് 130 ആണെങ്കിൽ ഇതും ഇതിൻ്റെ വലിയ ആംഗിളാണ് അല്ലേ? അപ്പോൾ ഇത് 130 ആണെങ്കിൽ ഇതും 130 ഡിഗ്രി. ഓക്കെ. ഇനി ഇതാണെങ്കിലോ ഇത് ചെറിയ ആംഗിളിൻ്റെ അതേ അളവായിരിക്കും അല്ലേ? ഇതും രണ്ടും ചെറിയ ആംഗിളുകൾ. അപ്പോൾ ഇത് 50 ആണെങ്കിൽ ഇതും 50 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഈ കോണുകൾ കണ്ടുപിടിക്കാൻ നമുക്കറിയാം അല്ലേ? ഒരു ആംഗിൾ കിട്ടുകയാണെങ്കിൽ മറ്റുള്ള കോണുകളൊക്കെ കണ്ടുപിടിക്കാൻ അറിയാം. ഇനി ഇത് ഒരു ലൈനായിരുന്നു. ഞാൻ ഇതിന് പാരലായിക്കൊണ്ട്, അതായത് സമാന്തരമായിക്കൊണ്ട് മറ്റൊരു ലൈൻ കൂടി ഇവിടെ വരച്ചെന്ന് വിചാരിക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് മൊത്തം എത്ര ആംഗിളുകൾ കിട്ടിയെന്ന് നോക്കിയേ. 1 2 3 4 അല്ലേ? 4 ആംഗിളുകളിലൂടെ 1 2 3 4 4 ആംഗിളുകളിലൂടെ അല്ലേ? അപ്പോൾ മൊത്തം നമുക്ക് 8 ആംഗിളുകൾ കിട്ടി. അപ്പോൾ നമുക്ക് എത്ര ചെറിയ ആംഗിൾ കിട്ടി? 1 2 3 4. അപ്പോൾ 4 ചെറിയ ആംഗിളുകൾ കിട്ടി. പിന്നെയോ ഇത് 130 130 അല്ലേ? ഇത് വലിയ ആംഗിളുകളാണ്. അതേപോലെ തന്നെ ഇവിടെ നോക്കിയേ, ഇതും വലുത് ഇതും വലുത്. അപ്പോൾ നമുക്ക് മൊത്തം 8 ആംഗിളുകൾ കിട്ടി. 4 വലിയ ആംഗിളുകളും 4 ചെറിയ ആംഗിളുകളും. അപ്പോൾ ഇതിൽ ഈ 4 വലിയ കോണുകൾക്കും ഒരേ അളവ് തന്നെയായിരിക്കും. മനസ്സിലായല്ലോ? അതായത് ഇതിപ്പോൾ 130 ഡിഗ്രി ആണെങ്കിൽ ഇതും 130. ഇനി ഇതിലെ വലിയ ആംഗിളുകൾ ഏതൊക്കെയാണ്? ഇത് അല്ലേ? അപ്പോൾ ഇതും 130 തന്നെയായിരിക്കും. ഇതാണ് അടുത്ത വലുത്, ഇതും 130 ഡിഗ്രി തന്നെ ആയിരിക്കും. ഇനി ചെറിയ ആംഗിളുകൾ ഇത് 50 ഇത് 50 അല്ലേ? ഈ ചെറുത് എത്രയായിരിക്കും? ഇത് 50 ഡിഗ്രി അല്ലേ? ഒരേ അളവായിരിക്കും ചെറിയ ആംഗിളുകൾക്ക്. ഇത് എത്രയായിരിക്കും? ഇതും 50 ഡിഗ്രി. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് പാരൽ ലൈനുകളെ ഒരു ലൈൻ ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ 8 ആംഗിളുകൾ ഉണ്ടാവും. 8 എണ്ണത്തിൽ 4 വലുതും 4 ചെറുതും. ഈ ചെറിയത് എല്ലാം ഒരേ അളവായിരിക്കും, വലിയ ആംഗിളുകൾക്കും ഒരേ അളവ് തന്നെ ആയിരിക്കും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയ ആംഗിളും ഒരു വലിയ ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 180 കിട്ടും. മനസ്സിലായല്ലോ? അതായത് നോക്കി, ഒരു ചെറുതും ഒരു വലുതും. അപ്പം 130ഉം 50ഉം 180 അല്ലേ? ഇനി ഈ ചെറുതും ഈ വലുതും 180 കണ്ടല്ലോ. ഇനി ഈ ചെറുതും ഈ വലുതും ഈ ചെറുതും 180. ഇനി ഇവിടെ കൂട്ടിയാലും 180. മനസ്സിലായല്ലോ? അപ്പോൾ എപ്പോഴും ഒരു ചെറിയ കോണും ഒരു വലിയ കോണും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 180 ഡിഗ്രി കിട്ടും. ഇനി നാം മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ പാരൽ ലൈനെ, ഇത് പാരൽ ലൈന് നമ്മൾ വരച്ച പാരൽ ലൈൻ, അതിൽ നമുക്കിങ്ങനെ ചെരിച്ച് വരയ്ക്കുന്ന പകരം ഇങ്ങനെ പെർപെൻഡിക്കുലറായി ലംബമായിട്ട് വരയ്ക്കുകയാണെങ്കിലോ ഇതേപോലെ 8 ആംഗിളുകൾ തന്നെ കിട്ടും അല്ലേ? പക്ഷേ ഈ 8 ആംഗിളുകൾ എത്രയായിരിക്കും? ഇത് ലംബമായിട്ട് പെർപെൻഡിക്കുലറായി മുറിക്കുന്നതുകൊണ്ട് ഈ 8 ആംഗിളുകളും തന്നെ ആയിരിക്കും 90 ഡിഗ്രി വെച്ച് തന്നെ ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ എല്ലാ ആംഗിളും ഇവിടെ എന്തായിരിക്കും? 90 ഡിഗ്രി. അപ്പോൾ എപ്പോഴും നമ്മൾ 4 വലിയ ആംഗിളുകൾ അല്ലെങ്കിൽ 4 ചെറിയ ആംഗിളുകൾ അല്ലേ എന്ന് പറയുന്നതിന് പകരം നാം എന്ത് ചെയ്യാറുണ്ട്? നാം ഇവയുടെ സ്ഥാനം അനുസരിച്ചുകൊണ്ട് ഇവയ്ക്ക് ഓരോ ജോഡിക്കും ഓരോ പേരുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഇവയുടെ സ്ഥാനം അല്ലേ? ഇപ്പോൾ ഈ 2 ലൈൻ പാരൽ ലൈനാണ്. അതിനെ ഒരു ലൈൻ ഇങ്ങനെ കട്ട് ചെയ്യുന്നു. അപ്പോൾ അപ്പുറത്ത് കുറച്ച് ആംഗിൾ, ഇപ്പുറത്ത് കുറച്ച് ആംഗിൾ അല്ലേ? മുകളിൽ കുറച്ച് ആംഗിൾ, താഴെ കുറച്ച് ആംഗിൾ അല്ലേ? അപ്പോൾ ഇതൊക്കെ അനുസരിച്ചുകൊണ്ട് അവയ്ക്ക് ചില പേരുകളുണ്ട്. അപ്പോൾ നമുക്കതിൽ പ്രധാനപ്പെട്ട പേരുകൾ നമുക്കൊന്ന് നോക്കാം. ഇതൊരു ലൈൻ അല്ലേ? ഇത് പാരൽ ലൈൻ, ഇതിനിങ്ങനെ വേറെ ലൈൻ ഇങ്ങനെ കട്ട് ചെയ്യുന്നു അല്ലേ? അപ്പോൾ ഈ കട്ട് ചെയ്യുന്ന ലൈനിന്റെ വലതുഭാഗത്ത്, അതായത് റൈറ്റ് സൈഡിൽ 1 2 3 4 ആംഗിളുകൾ ഉണ്ടാവുന്നുണ്ട് അല്ലേ? അതേപോലെ ഈ ലൈനിന്റെ ലെഫ്റ്റ് സൈഡിൽ 1 2 3 4 ആംഗിളുകൾ ഉണ്ടാവുന്നുണ്ട് അല്ലേ? അപ്പോൾ റൈറ്റ് സൈഡിലുള്ള 4 ആംഗിളുകൾ ഏതൊക്കെയാണ്? 2 എണ്ണം ചെറുതും 2 എണ്ണം വലുതും അല്ലേ? അപ്പോൾ ഇവയെ ഓരോ ജോഡിയെയും നാം എന്ത് പറയും? കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പറയും. അഥവാ സമാന കോണുകൾ.
കോണുകൾ. ഇതിലേതൊക്കെയാണ് സമാന കോണുകൾ? അതായത് ഞാൻ ഇവിടെ ചെറിയൊരു ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ ഈ വലതുഭാഗത്ത് 4 1 2 3 4 ആംഗിളുകൾ. അപ്പോൾ ഈ ആംഗിളും എന്താണ്? കണ്ടോ, വലതുഭാഗത്തുള്ള ചെറിയ 2 ആംഗിളുകൾ അല്ലേ, അതിന് നാം പറയും സമാന കോണുകൾ എന്ന് പറയും. ഈ 2 വലിയ ആംഗിളുകൾ അല്ലേ, അപ്പോൾ ഈ ആംഗിളും ഇതിനെ നാം എന്ത് പറയും? സമാന കോണുകൾ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ്. ഇനി ഇടതുഭാഗത്താണെങ്കിലോ, ഇടതുഭാഗത്ത് 1 2 കണ്ടില്ലേ, അപ്പോൾ ഇത് രണ്ടിനെയും നാം എന്ത് പറയും? കറസ്പോണ്ടിങ് ആംഗിൾസ്. അപ്പോൾ ഇതിനെയും നാം എന്ത് പറയും? കറസ്പോണ്ടിങ് ആംഗിൾസ്. മനസ്സിലായല്ലോ? നമ്മൾ ഒരേ സ്ഥാനങ്ങളിൽ വരുന്ന കോണുകളാണ് പറഞ്ഞത് അല്ലേ. ഇനി എതിർ സ്ഥാനങ്ങളിൽ വരുന്ന കോണുകളെ നാം എന്ത് പറയും? ആൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് പറയും. അതായത് മറുകോൺ. അപ്പോൾ എന്താണ് ഈ എതിർ സ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ? ഇപ്പം നോക്കിയാൽ ഇതന്നെ നമുക്ക് ഇങ്ങനെ വരയ്ക്കതേ. എതിർ സ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ വരച്ചിട്ടുള്ളത് അല്ലേ. ഇതിൻ്റെ എതിർ സ്ഥാനം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഈ ആംഗിൾ എടുത്തു. അതായത് ഈ ആംഗിൾ എന്താണ്? ഈ ലൈനിൻ്റെ വലതുഭാഗത്ത് അല്ലേ, ഈ ലൈനിൻ്റെ വലതുഭാഗത്ത് മുകളിലുള്ള കോൺ. അപ്പോൾ വലതുഭാഗത്ത് മുകളിൽ അല്ലേ. അപ്പോൾ അതിൻ്റെ എതിർ സ്ഥാനത്ത് എന്താ വരാം? വലതുഭാഗത്ത് മുകളിൽ എന്നുള്ളതിന് പകരം ഇടതുഭാഗത്ത് താഴെ. അപ്പോൾ ഈ 2 ആംഗിളിനെ എന്ത് പറയും? ആൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് പറയും, മറുകോൺ എന്ന് പറയും. ഇനി ഇതേപോലെ തന്നെ നോക്കിയേ, ഈ ആംഗിൾ എടുത്തു. ഇതെന്താണ്? ഇടതുഭാഗത്ത് മുകളിൽ അല്ലേ, ഇടതുഭാഗത്താണ്, ഈ വരയുടെ ഇടതുഭാഗത്താണ്, ഈ ലൈനിൻ്റെ മുകളിലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയണം? വലതുഭാഗത്ത് അടിയിൽ അല്ലേ. അപ്പോൾ ഇത് വലതുഭാഗം, അതിൻ്റെ അടിയിൽ, ഈ ലൈനിൻ്റെ അടിയിൽ. കണ്ടില്ലേ? അപ്പോൾ ഇത് രണ്ടും എന്താണ്? ഇത് ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ഇനി അതല്ലെങ്കിൽ ഇങ്ങോട്ട് നോക്കിയേ, ഈ ആംഗിൾ എടുത്തു. ഇതെന്താണ് സംഭവം? വലതുഭാഗത്താണ് അല്ലേ, വലതുഭാഗത്ത് വരയ്ക്ക് താഴെ അല്ലേ, വലതുഭാഗത്ത് വരയ്ക്ക് താഴെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും? ഇടതുഭാഗത്ത് വരയുടെ മുകളിൽ അല്ലേ. അപ്പോൾ ഇടതുഭാഗം ഈ ലൈനിൻ്റെ മുകളിൽ. അപ്പോൾ ഇത് രണ്ടും എന്താണ്? ഇതും ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. അതല്ലെങ്കിൽ ഇതും അല്ലേ, ഇവിടെ ആണെങ്കിൽ എന്താണ്? ഇടതുഭാഗത്ത് താഴെ അല്ലേ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ വലതുഭാഗത്ത് മുകളിൽ. കണ്ടില്ലേ? അപ്പോൾ ഈ ആംഗിളും എന്ത് വരും? മറുകോൺ, അതായത് ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ആംഗിൾസ് കണ്ടില്ലേ, ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ, അതാണ് ഓപ്പോസിറ്റ് ആംഗിൾസ്. ഓപ്പോസിറ്റ് ആംഗിൾസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും, അതും നമുക്കറിയാം അല്ലേ. ഇനി ഇങ്ങോട്ട് നോക്കിയാൽ, ഇവിടെ നോക്കിയാൽ ഈ ചിത്രത്തിലെ ഒരു ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട് 45 ഡിഗ്രി. ഇതിൽ ബാക്കി എല്ലാ ആംഗിളുകളും കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നാം ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഇതൊക്കെ പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? അതായത് നമുക്കറിയാം ഇത് 45 ഡിഗ്രി അല്ലേ. അപ്പോൾ ചോദ്യത്തിലുണ്ട് ഇത് രണ്ടും പാരലാണെന്ന്, സമാന്തരമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം നാം നേരത്തെ ഇങ്ങനെയാണ് വരച്ചത് അല്ലേ. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഒരു കോണ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ കോണുകളും കണ്ടുപിടിക്കാൻ അറിയാം അല്ലേ. അത് തന്നെയാണ് ഇവിടെയും. ഇതെന്താണ്? ഒന്ന് ചെരിച്ചെന്നുള്ളൂ. അതായത് ഇതാണ് പാരൽ ലൈൻ, ഇതേ ഒരു ലൈൻ ഇങ്ങനെ കട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇതൊക്കെ എത്ര കോണുകളുണ്ട്? 8 കോണുകളുണ്ട്. 4 വലുതും 4 ചെറുതും അല്ലേ. അപ്പോൾ 4 ചെറിയ കോണുകൾക്ക് ഒരേ അളവായിരിക്കും, 4 വലിയ കോണുകൾക്ക് ഒരേ അളവായിരിക്കും അല്ലേ. അപ്പോൾ ഇത് ചെറിയ കോണാണ് 45, ഇത് വലിയ കോണാണ് അല്ലേ. അപ്പോൾ ഒരു ചെറുതും ഒരു വലുതും കൂടി കൂട്ടിയാൽ എത്ര കിട്ടണം? 180 കിട്ടണം നമുക്ക് അല്ലേ. അപ്പോൾ ഈ വലിയ കോണിൻ്റെ ആംഗിൾ അളവ് എത്രയായിരിക്കും? ഈ വലിയ കോൺ 180ൽ നിന്ന് എത്ര കുറച്ചാൽ മതി? 45 കുറച്ചാൽ മതി അല്ലേ. 180 - 45 അതായത് 135 ഡിഗ്രി. കണ്ടല്ലോ. അപ്പോൾ ഇത് 45 ആണ്, ഇത് 145. ഇനി നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാമല്ലോ. എല്ലാ ചെറിയ കോണുകൾക്കും ഒരേ അളവ്, എല്ലാ വലിയ കോണുകൾക്കും ഒരേ അളവ് അല്ലേ. അപ്പോൾ ഇത് ചെറുത്, ഇതും ചെറുത്. അപ്പോൾ ഇത് 45. ഇനി ഏതാണ് ചെറുത്? ഈ ആംഗിൾ ചെറുതാണ് അല്ലേ. അപ്പോൾ ഇത് 45. ഈ ആംഗിൾ ചെറുതാണ് അല്ലേ, ഇത് 45. ഇനി വലുതൊക്കെ 135. അപ്പോൾ ഇത് 135. അപ്പോൾ ഈ ആംഗിൾ 135 അല്ലേ. ഇനി ഈ ആംഗിൾ 135, ഈ വലുത് 135. കണ്ടല്ലോ. അപ്പോൾ എത്ര എളുപ്പമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കിയേ. ഓക്കെ, ഇനി ഇങ്ങോട്ട് നോക്കിയേ. ഇവിടെ നമ്മൾ ഇതേപോലത്തെ ഒരു ഫിഗർ, ഇതിൽ നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കണം. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? വേറെ കൂടുതൽ ആലോചിക്കൊന്നും വേണ്ട. ഇവിടെ നോക്കിയാൽ ഇത് രണ്ടും പാരൽ ലൈനുകളാണ്. ആ ചോദ്യത്തിലിട്ടോ ഇത് രണ്ടും പാരൽ ലൈനാണ്. അപ്പോൾ ഈ പാരൽ ലൈൻ ഞാൻ കുറച്ചും കൂടി ഇങ്ങോട്ട് നീട്ടി വയ്ക്കുക. ഇങ്ങനെ നീട്ടി. ഇനി ഈ ലൈനൊന്നും ഇങ്ങോട്ട് നീട്ടി വയ്ക്കുക. അപ്പോൾ എന്ത് സംഭവിച്ചു നോക്കിയാൽ ഇതൊക്കെ അങ്ങോട്ട് നീട്ടി. ഇപ്പം ഇതേപോലെ വന്നല്ലേ. അതായത് 2 പാരൽ ലൈനിലെ എന്ത് ചെയ്തു? വേറെ ലൈൻ ഇങ്ങനെ മുറിച്ചു പോകുന്നു. അപ്പോൾ ഉണ്ടാകുന്ന ആംഗിളുകളുടെ സ്വഭാവമൊക്കെ നമ്മൾ പഠിച്ചല്ലോ അല്ലേ. അപ്പോൾ ഉണ്ടാകുന്ന 4 ചെറിയ ആംഗിളുകൾ ഈക്വലായിരിക്കും, 4 വലിയ ആംഗിളുകൾ ഈക്വലായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയാൽ
4 ഇത് ചെറിയ ആംഗിളാണ് അല്ലേ, ഇത് വലിയ ആംഗിൾ, ഇത് ചെറിയ ആംഗിൾ, ഇത് വലിയ ആംഗിൾ. ഇവിടെ ഇത് ചെറുത്, ഇത് ചെറുത്, ഇത് വലുത്, ഇത് വലുത് അല്ലേ. അപ്പം ഇത് 50 ഡിഗ്രി ആണെങ്കിൽ ഈ ചെറിയ ആംഗിൾ 50 ആണെങ്കിൽ ഇവിടെയും ചെറിയ ആംഗിളാണ് അല്ലേ, അത് എത്രയായിരിക്കും 50 ഡിഗ്രി. മനസ്സിലായല്ലോ. അപ്പം ഇതേ തരത്തിലുള്ള ഫിഗർ വരികയാണെങ്കിൽ അപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കും, ഈ രൂപത്തിൽ ചോദിക്കും, അതല്ലെങ്കിൽ ഈ രൂപത്തിൽ ചോദിക്കും, ഇത് നമുക്ക് അളവ് തരും, ഇതെത്രയാണെന്ന് ചോദിക്കും. അപ്പം ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ കണ്ണടച്ചെഴുതിക്കോ, ഇത് എത്രയാണോ അത് ആ അളവ് തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 17 കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതൊന്ന് ചെയ്തു നോക്കാം. അപ്പം ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഡ്രോ ദി പാരലോഗ്രാം ബിലോ വിത്ത് ദി ഗിവൺ മെഷേഴ്സ്. അതായത് നമുക്ക് താഴെ തന്നിട്ടുള്ള അളവുകൾ വെച്ചിട്ട്, അതായത് ഇവിടെ ഒരു കുറച്ച് അളവുകൾ തന്നിട്ടുണ്ട് അല്ലേ, അത് വെച്ചിട്ട് ഒരു സമാന്തരീകം വരയ്ക്കണം. അപ്പോൾ അതിൻ്റെ അളവുകൾ തന്നെ നോക്കിയേ. ഒരു വശം 5 സെൻറ്റിമീറ്റർ, അടുത്ത വശം 3 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ ഒരു ആംഗിൾ തന്നിട്ടുണ്ട് 60 ഡിഗ്രി. ഒരു സമാന്തരികം അഥവാ പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ എതിർവശങ്ങൾ ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ എതിർവശങ്ങൾ ഈക്വൽ ആയിരിക്കും. ഇത് രണ്ടും ഈക്വൽ, ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. മാത്രമല്ല അവ പാരലായിരിക്കണം അല്ലേ. അപ്പം ഈ ലൈനും പാരലായിരിക്കണം, അത് ഈക്വൽ ആയിരിക്കണം. ഇതും പാരലായിരിക്കണം, അത് ഈക്വൽ ആയിരിക്കണം അല്ലേ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ഇപ്പം നമുക്കറിയാം ഒരു ചതുരം അല്ലേ, എതിർവശങ്ങൾ ഒരേ നീളമായിരിക്കും, പാരലായിരിക്കും. ഇതിനെ നാം ചതുരം എന്ന് പറയും. അപ്പോൾ ചതുരവും ഈ പാരലോഗ്രാം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ചതുരത്തിൻ്റെ ഈ 4 കോണുകൾ എത്രയായിരിക്കും? 90 ഡിഗ്രി വെച്ചായിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ 90 ഡിഗ്രി ആവണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല, എത്ര ഡിഗ്രി വേണമെങ്കിലും ആകാം. ഇവിടെ നോക്കിയാൽ കണ്ടാൽ തന്നെ നമുക്കറിയാം അല്ലേ. നോക്കിയാൽ ഇവിടെ 60 ഡിഗ്രിയാണ്. പക്ഷേ എതിർക്കോണുകൾ എപ്പോഴെന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. മനസ്സിലായല്ലോ. അപ്പോൾ ഒരു പാരലോഗ്രാമിന് എതിർക്കോണുകൾ, അപ്പോൾ ഇത് 60 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇത് 60 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായല്ലോ. പിന്നെ നാം മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു വലിയ ആംഗിളും ഒരു ചെറിയ ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? നമുക്ക് 180 ഡിഗ്രി കിട്ടും. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ ആംഗിൾ ഇതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 180 കിട്ടണം അല്ലേ. അല്ലെങ്കിൽ ഇതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 180 കിട്ടണം. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? 180ൽ നിന്ന് 60 കുറച്ചാൽ മതി അല്ലേ. അപ്പോൾ എത്ര കിട്ടി നമുക്ക്? 120 ഡിഗ്രി. അപ്പോൾ ഇത് 120 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 120 ഡിഗ്രി അല്ലേ. അതായത് ഈ വലിയ കോണുകൾ ഈക്വൽ ആയിരിക്കും, അതല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിളുകളും ഈക്വൽ ആയിരിക്കും. മനസ്സിലായല്ലോ. അപ്പോൾ ഒരു ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ആംഗിളുകളും കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് ഇക്കാര്യങ്ങൾ വെച്ചിട്ട് എളുപ്പത്തിൽ ഒരു പാരലോഗ്രാം വരയ്ക്കാം അല്ലേ. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. ആദ്യം എന്ത് വേണം? ആദ്യം 5 സെൻറ്റിമീറ്റർ ആണ് ഈ നീളം അല്ലേ. അപ്പോൾ നമ്മൾ 5 സെൻറ്റിമീറ്റർ സ്കെയിൽ വെച്ചിട്ട് ആദ്യം ഒരു ലൈൻ വരച്ചു. അപ്പോൾ ഞാൻ 5 സെൻറ്റിമീറ്റർ കറക്റ്റായിട്ട് മെഷർ ചെയ്തിട്ട് 5 സെൻറ്റിമീറ്റർ ഈ ലൈൻ വരച്ചു, ഒരു വശം വരച്ചു. ഇനി എന്താണ്? നമുക്ക് ഈ ആംഗിൾ 60 ഡിഗ്രിയാണ് നിന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് 60 ഡിഗ്രി മെഷർ ചെയ്തിട്ട് ആ പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ പ്രൊട്രാക്ടർ വളരെ കൃത്യമായിട്ട് തന്നെ ഈ ലൈനിൽ വെക്കണം. കണ്ടില്ല, കറക്റ്റ് ലൈനിൽ വെച്ചിട്ട് ഇനി നമുക്ക് 0, 10, 20, 30, 40 അങ്ങനെ കയറി പോണ കോണുകൾ, അല്ലാണ്ട് ഇങ്ങനെ ഇവിടെ നിന്ന് 0 തുടങ്ങുന്നുണ്ട്, അതെടുക്കരുത്. ഇവിടെ നിന്ന് 0, 10, 20, 30, 40, 50, 60 അല്ലേ. അപ്പോൾ 60 ഡിഗ്രിയിൽ നമ്മളൊരു പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. ഞാൻ കൂട്ടി യോജിപ്പിച്ചു. ഇനി ഇതിൻ്റെ അളവ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ഇത് എത്ര പാടുള്ളൂ? 3 സെൻറ്റിമീറ്റർ പാടുള്ളൂ. അതുകൊണ്ട് നാം എന്ത് ചെയ്യാം? സ്കെയിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് 3 സെൻറ്റിമീറ്റർ എവിടെയാണ് അവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. ഞാൻ സ്കെയിൽ വെച്ചിട്ട് 3 സെൻറ്റിമീറ്റർ ഇവിടെയാണ് എനിക്ക് 3 സെൻറ്റിമീറ്റർ കിട്ടിയത്. കണ്ടല്ലോ, 3 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് ഈ വശം കിട്ടി 3 സെൻറ്റിമീറ്റർ. ഇത് എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രി. ഓക്കെ. ഇനി നമുക്ക് ഈ വശം വരയ്ക്കണം, ഈ വശം വരയ്ക്കണം അല്ലേ. അപ്പോൾ ഇത് പാരലായിരിക്കണം അല്ലേ. ഈ വശം പാരലായിരിക്കണം, ഈ വശം പാരലായിരിക്കണം അല്ലേ. അപ്പോൾ നമുക്കിത് 2-3 തരത്തിൽ വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഒന്നുകിൽ എന്ത് ചെയ്യാൻ നോക്ക്, ഈ ആംഗിൾ നമുക്കറിയാം എത്രയാണ്? 180 - 60 = 120, 120 ഡിഗ്രി അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് 120 ഡിഗ്രി മെഷർ ചെയ്തിട്ട് 120 ഡിഗ്രി നമ്മൾ നേരത്തെ ഇവിടെ ചെയ്ത പോലെ തന്നെ ആ പോയിന്റ് മാർക്ക് ചെയ്തിട്ട് അത് കൂട്ടി യോജിപ്പിക്കാം. അങ്ങനെ വരയ്ക്കാം. അപ്പോൾ എങ്ങനെയാണ് വരയ്ക്കുക? നമ്മളുടെ പ്രൊട്രാക്ടർ വളരെ കൃത്യമായിട്ട് വെച്ചു. കണ്ടില്ല, പോയിന്റ് വെച്ചു. ഇനി 120, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് 120 മെഷർ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ 10, 20, 30, 40, 50 അങ്ങനെ പോയി 110, 120 പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തു. ഇനി ഈ പോയിന്റും ഇതും തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. അപ്പോൾ ഇവ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു. ഇനി നമുക്ക് ഇവിടെ എത്ര വേണം? 3 സെൻറ്റിമീറ്റർ പാടുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ സ്കെയിൽ വെച്ചിട്ട് നേരത്തെ ഇവിടെ ചെയ്ത പോലെ തന്നെ 3 സെൻറ്റിമീറ്റർ ഇവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ 3 സെൻറ്റിമീറ്റർ ഇവിടെയാണ് 3 സെൻറ്റിമീറ്റർ വരുന്നത്. ഇവിടെ ഞാൻ മാർക്ക് ചെയ്തു. ഓക്കെ. ഇനി എന്ത് ചെയ്താൽ മതി? ഇവിടെ നമുക്ക് 3 സെൻറ്റിമീറ്റർ കിട്ടി അല്ലേ. 3 സെൻറ്റിമീറ്റർ കിട്ടി, ഇവിടെ കിട്ടി. ഇവ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പാരലോഗ്രാം ആയി.
മനസ്സിലായല്ലോ. ഇപ്പം നമുക്ക് ഇവിടെ 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതും 5 സെൻറ്റിമീറ്റർ. ഇത് നമ്മൾ 120 ഡിഗ്രി എടുത്തു. ഇങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങനെ ചെയ്യാതെ നമുക്കറിയാം ഇവിടെ ഇതിന് പാരലായിക്കൊണ്ട് ഈ പോയിന്റിൽ നിന്ന് ഇങ്ങനൊരു ലൈൻ വരയ്ക്കാം. അതെങ്ങനെ വരയ്ക്കാം? നമുക്കിവിടെ ഈ വരയ്ക്കാണ് പാരലൈൻ വരയ്ക്കേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നോക്കിയാൽ ഇത് കൃത്യമായിട്ട് വെക്കുക. ഇത് ബോർഡ് ആയതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ലൈൻ വെച്ചിട്ട് ഇതിന് സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്കൈൽ ഇങ്ങനെ അടുപ്പിച്ച് വെച്ച് കൊടുക്കുക. കണ്ടില്ലേ, അത് സപ്പോർട്ട് ചെയ്ത് ഉറപ്പിച്ചിട്ട് അടുപ്പിച്ച് വെക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, ഇനി നമുക്കിത് ലൂസാക്കുക, ഇത് അമർത്തി പിടിക്കുക. എന്നിട്ട് ഇതിങ്ങനെ നീക്കി കൊടുത്ത് നമുക്ക് വേണ്ടത് പോയിന്റ് എത്തി അല്ലേ. ആ പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോൾ ഇതാണ് നമ്മുടെ പോയിന്റ്. ഈ പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് നിർത്തി അമർത്തി പിടിച്ചിട്ട് ഈ വരം കൂടി വരയ്ക്കുക. അപ്പോൾ ഇതിന് പാരലൈൻ ഇവിടെ വരച്ചു. മനസ്സിലായല്ലോ. ഇനി അതേപോലെ നമുക്ക് എന്ത് വേണം, ഇതിന് പാരലൈൻ വരയ്ക്കണം, ഇവിടെ വരയ്ക്കണം അല്ലേ. അപ്പോൾ ഇതിൻ്റെ നേരത്തെ സെറ്റ് സ്ക്വയറിൽ ഒരു വശം ഇതിന് ചേര വെച്ചു. അതിനുശേഷം സ്കൈൽ ഇതിന് സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ സ്കൈൽ വെച്ചു. അതിനുശേഷം സ്കൈൽ അമർത്തി പിടിച്ചിട്ട് ഇതിങ്ങനെ നീക്കി വരാം. എന്നിട്ട് നമുക്ക് നോക്കിയാൽ ഈ പോയിന്റ് എത്തുമ്പോൾ നിർത്തിയിട്ട് കൂട്ടി വരയ്ക്കാം അല്ലേ. അപ്പോൾ നമുക്കിത് രണ്ടും കൂടി ഇവിടെ കൂട്ടിമുട്ടും. അപ്പോൾ ആ പോയിന്റ് അതാണ് നമ്മുടെ 4ാമത്തെ മൂലമായി വരുന്നത്. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി അതിൽ അളവുകൾ വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അളവുകൾ നമുക്കറിയാം. ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയായിരിക്കും, 60 ഡിഗ്രി അല്ലേ. ഞാൻ പറഞ്ഞു ഓപ്പോസിറ്റ് ആംഗിളുകൾ ഈക്വൽ ആയിരിക്കും അല്ലേ. ഇത് 120 ആണെങ്കിൽ ഇതും 120. ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്, ദി ടോപ്പ് ആൻഡ് ബോട്ടം ബ്ലൂ ലൈൻസ് ഇൻ ദി ഫിഗർ ആർ പാരലൽ. അതായത് ഈ മുകളിലുള്ള ഈ വരയും പാരലാണ്, സമാന്തരമാണ്. ഇനിയോ ഫൈൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ ദി ഗ്രീൻ ലൈൻസ്. അതായത് ഇവിടെ ചിത്രത്തിൽ നമ്മൾ ഗ്രീൻ ലൈനാണ് കാണിച്ചിട്ടുള്ളത് ടെക്സ്റ്റ് ബുക്കിൽ. അപ്പോൾ ഈ ആംഗിൾ നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഫിഗർ കാണുമ്പോൾ നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്കൊരു പണി ചെയ്യാം. ഇത് രണ്ട് പാരലാണല്ലോ ആണ്. ഇപ്പോൾ ഈ മൂല അല്ലേ, ഈ ആംഗിൾ കണ്ടുപിടിക്കേണ്ടത് ഈ മൂല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മൂലയിൽ കൂടി നമ്മൾ ഇതിന് പാരലായിട്ട് ഒരു ലൈൻ കൂടി വരച്ചു വയ്ക്കുക. ഇത് രണ്ട് പാരൽ ലൈനുകളായി അല്ലേ. അപ്പോൾ അവയെ നോക്കി ഒരു ലൈൻ ഇങ്ങനെ കട്ട് ചെയ്ത് പോകുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം 8 കോണുകൾ ഉണ്ടാവും. 8 കോണിൽ 4 ചെറിയ കോൺ, 4 വലിയ കോൺ. വലിയ കോണുകൾ ഈക്വൽ, ചെറിയ കോണുകൾ ഈക്വൽ അല്ലേ. അപ്പോൾ അതനുസരിച്ച് നോക്കിയേ, ഈ ലൈൻ രണ്ട് പാരൽ ലൈന് ഇതിനെ ഇങ്ങനെ ഒരു ലൈൻ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ പോകുന്നു അല്ലേ. അപ്പോൾ ഈ ആംഗിളും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും അല്ലേ. ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആയിരിക്കുമല്ലോ. ഇത് 40 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും, ഇതും 40 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ ആംഗിളുകൾക്ക് നമ്മളൊരു പേര് ഇപ്പോൾ പഠിച്ചു അല്ലേ. എന്താണ് പറയുക ഇതിനെ, അതായത് ഈ വരയുടെ എതിർവശങ്ങളിൽ വരുന്ന കോണുകൾ അല്ലേ, അവയെ നാം എന്താ പറയുക, ആൾട്ടർനേറ്റ് ആംഗിൾസ് അല്ലേ. അത് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഈ ആംഗിൾ എന്താണ്, ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ഇനി ഇങ്ങോട്ട് നോക്കിയേ, ഇത് 50 ഡിഗ്രി അല്ലേ. ഇതും ഈ ലൈനും പാരലാണ് അല്ലേ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ രണ്ട് ലൈനുകളെ ഇതിങ്ങനെ കട്ട് ചെയ്ത് പോകുന്നു അല്ലേ. അപ്പോൾ ഈ കോൺ 50 ആണെങ്കിൽ ഈ കോൺ എത്രയായിരിക്കും, ഇതും 50 ഡിഗ്രി തന്നെ ആയിരിക്കും അല്ലേ. എന്താണ് കാരണം, അതും ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. അതായത് നമുക്കറിയാം ഈ ലൈനിൻ്റെ എതിർവശങ്ങളിലുള്ള കോണുകൾ അവയെ നാം എന്താ പറയുക, മറുകോൺ അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് പറയും. അപ്പോൾ ഈ ആംഗിൾ 40, ഈ ആംഗിൾ 50, രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 50ഉം 40ഉം 90. നമുക്കിവിടെ എഴുതാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് മനസ്സിലാവുന്ന നമുക്കൊരു പണിക്കാം. ഇതിനൊരു പേര് കൊടുക്കാം. അപ്പോൾ ഇതിന് നമുക്ക് ഈ പോയിന്റ് ABC അല്ലേ. അപ്പോൾ നമുക്ക് ABC എന്ന് പറഞ്ഞ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ആംഗിൾ നമുക്ക് കൃത്യമായിട്ട് പറയണമെങ്കിൽ 3 ലെറ്റേഴ്സ് ആണ് അല്ലേ. അപ്പോൾ ABC നമുക്കിവിടെ P എന്ന് കൊടുത്തു, ഈ ഭാഗത്ത് നമുക്ക് P എന്ന് കൊടുത്തു, പിന്നെയോ അപ്പോൾ ഇവിടെ നമുക്ക് Q എന്ന് കൊടുത്തു, ഇവിടെ നമുക്കൊരു R എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആംഗിൾ പറയാൻ എളുപ്പത്തിന് വേണ്ടി മാത്രം ഈ ആംഗിളാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത് ഈ ആംഗിളാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അതായത് ആംഗിൾ ABR. ആംഗിൾ ABR സീക്വൽ ടു ഏതൊരു തുല്യമായിരിക്കും ABR എന്ന് പറഞ്ഞ ആംഗിൾ, ഈ ആംഗിളും ഈ ആംഗിളും തുല്യമായിരിക്കും അല്ലേ. അതായത് ആംഗിൾ PABക്ക് തുല്യമായിരിക്കും ഈ ആംഗിൾ. ആംഗിൾ PAB സീക്വൽ ടു ഇത് 40 ആണെങ്കിൽ ഇതും 40 ഡിഗ്രി. മനസ്സിലായില്ലേ. അപ്പോൾ ഇത് രണ്ടും ആംഗിൾ തുല്യമാണെന്ന് പറയാൻ കാരണം എന്താണ്, അതിന് കാരണം അത് രണ്ടും എന്താണ്, ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. അതായത് മറുകോൺ ആൾട്ടർനേറ്റ് ആംഗിൾസ് എന്താണെന്നൊക്കെ നമ്മൾ ഇപ്പോൾ ഈ ചോദ്യങ്ങൾ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അതൊന്നും ആദ്യം കണ്ടിട്ട് വേണം ഈ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യത്തിലേക്ക് കടക്കാൻ. അപ്പോൾ നമുക്കിത് കിട്ടിയല്ലേ. ഇനി നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ പോകണം, ഇതിൽ നിന്ന് ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ പോകണം. അപ്പോൾ നമുക്കറിയാം ആംഗിൾ ഏതാണ് കണ്ടുപിടിക്കേണ്ടത്, RBC അല്ലേ. ആംഗിൾ RBC സീക്വൽ ടു ഈ ആംഗിൾ ഏതിന് തുല്യമായിരിക്കും, ഈ ആംഗിളിന് തുല്യമായിരിക്കും അല്ലേ.
ആംഗിൾ ബി സി ക്യൂവിന് തുല്യമായിരിക്കും. ആംഗിൾ ബി സി ക്യു അത് രണ്ടും തുല്യമായിരിക്കും. അപ്പോൾ ഇത് 50 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 50 ഡിഗ്രി. അതും കാരണം എന്താണ്? ആൾട്ടർനേറ്റ് ആംഗിൾസ് തന്നെ. അപ്പോൾ റീസൺ അതന്നെ എഴുതി വെക്കാം, മറുകോണെന്ന് എഴുതി വെക്കാം. ഈ കോണും കിട്ടി, ഈ കോണും കൂട്ടി അല്ലേ? ഇത് രണ്ടും കൂടി കൂട്ടിയാലല്ലേ നമുക്ക് ഈ വലിയ കോൺ കിട്ടുന്നത് അല്ലേ? അതായത് ആംഗിൾ എ ബി സി എന്ന് പറഞ്ഞാൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഏതൊക്കെ കൂട്ടണം? ഈ 40ഉം 50ഉം കൂടി കൂട്ടിയാൽ മതി അല്ലേ? സീക്വൽ ടു 40 + 50 സീക്വൽ ടു 90 ഡിഗ്രി. നമുക്ക് മൂന്നാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. എന്താണ് ചോദ്യം? ഇൻ ദി ഫിഗർ ദി പെയർ ഓഫ് ലൈൻസ് സ്ലാൻഡഡ് ടു ദി ലെഫ്റ്റ് ആർ പാരലൽ ആൻഡ് ഓൾസോ ദി പെയർ ഓഫ് ലൈൻസ് സ്ലാൻഡഡ് ടു ദി റൈറ്റ്. അതായത് എന്താണ്? ഈ ലെഫ്റ്റിലേക്ക് ചെരിഞ്ഞ വരകൾ, ഈ രണ്ട് വരകളും പാരലാണ്. പിന്നെ ഈ റൈറ്റിലോട്ട് ചെരിഞ്ഞ് നിൽക്കുന്ന ഈ രണ്ട് വരകളും പാരലാണ്. നമുക്ക് ഈ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 2 സെൻറ്റിമീറ്റർ. ഈ ആംഗിൾ തന്നിട്ടുണ്ട് 40 ഡിഗ്രി. നമ്മളോട് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഡ്രോ ദിസ് ഫിഗർ. ഈ ഫിഗർ ഒന്ന് വരയ്ക്കണം. അപ്പോൾ ഈ ഫിഗർ വരയ്ക്കണമെങ്കിൽ നമുക്ക് നോക്കിയേ, ആദ്യം നമുക്ക് ഈ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് അല്ലേ? ഇതെന്താണ്? 2 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് ആദ്യം ഈ 2 സെൻറ്റിമീറ്റർ ഒരു ചെറിയൊരു ലൈൻ അങ്ങോട്ട് വരയ്ക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 2 സെൻറ്റിമീറ്ററിൽ ഒരു കനം കുറച്ചിട്ടൊരു ലൈൻ വരച്ചു. അപ്പോൾ ഇതാണ് നമ്മൾ വരച്ചത് അല്ലേ? ഇനി നമുക്കറിയാൻ നോക്കിയാൽ ഇവിടെ 40 ഡിഗ്രിയാണ് ഇങ്ങനെ. അപ്പോൾ ഇത് 40 ഡിഗ്രി ആണെങ്കിൽ ഇതിന് നാം ഒരു പെർപെൻഡിക്കുലർ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറ്റും? ഇതിനെ നമുക്ക് 40 എന്നുള്ള 20 ഡിഗ്രിയായി മാറും അല്ലേ? മാറും അല്ലേ? അപ്പോൾ നമുക്കല്ലാതെ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് 40 ഡിഗ്രി ഇങ്ങനെ മെഷർ ചെയ്ത് വരക്കാൻ പറ്റില്ല. അപ്പോൾ നാം എന്ത് ചെയ്യാം? ഈ വരച്ച 2 സെൻറ്റിമീറ്റർ അതിൻ്റെ ഈ അറ്റത്ത് നിന്ന് നാം ആദ്യം ഒരു പെർപെൻഡിക്കുലർ ഇങ്ങനെ വരയ്ക്കാം. ഇത് പ്രൊട്രാക്ടർ എടുത്തിട്ട് ഈ പോയിന്റ് 90 ഡിഗ്രി പോയിന്റ് ഇട്ടു അല്ലേ? ഇനി അത് കൂട്ടി യോജിപ്പിക്കാം. അപ്പോൾ നോക്കിയാൽ നമ്മളിത് ഈ ലൈൻ ഇങ്ങനെ വരച്ചു അല്ലേ? അപ്പോൾ ഡോട്ടർ ലൈൻ ഇട്ടു. കാരണം എന്താ? നമുക്ക് ശരിക്കും ആവശ്യമില്ലാത്ത ലൈനാണ്, പക്ഷേ എന്താ നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വരയ്ക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ഡോട്ടർ ലൈനോട് ഈ ലൈൻ ഇട്ടു. ഇനി ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇങ്ങനെ ഒരു ഇതാണ് നമ്മൾ വരച്ചിട്ടുള്ളത്, കണ്ടില്ലേ? ഇങ്ങനെ വരച്ചു. ഇനി ഈ ആംഗിൾ എത്രയായിരിക്കും? ഇത് 20 ഡിഗ്രി ആയിരിക്കും, ഇതും 20 ഡിഗ്രി ആയിരിക്കും അല്ലേ? അങ്ങനെ മൊത്തം 40. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ലൈനിൽ പ്രൊട്രാക്ടർ വെച്ചിട്ട് എന്നിട്ട് എന്ത് ചെയ്യാം? 20 ഡിഗ്രി ഇങ്ങനെ മെഷർ ചെയ്തിട്ട് ആ പോയിന്റോടെ മാർക്ക് ചെയ്യാം. പ്രൊട്രാക്ടർ ഇത് കൃത്യമായിട്ട് വെച്ചു അല്ലേ? ഇതേ 10 20 അല്ലേ? അപ്പോൾ 20 ഡിഗ്രി ഞാൻ ഇതേ പോയിന്റ് ഇട്ടു. ഇവ തമ്മിലൊന്ന് കൂട്ടി യോജിപ്പിക്കാം. അപ്പോൾ ഓക്കെ, കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഇത് കിട്ടി. ഇനി എന്ത് വേണം? ഇവിടെ നമ്മൾ 20 ഡിഗ്രി എടുത്ത പോലെ ഇങ്ങോട്ടും ഒരു 20 ഡിഗ്രി എടുക്കാം. മനസ്സിലായില്ലേ? എന്നിട്ട് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ലൈൻ നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് ഇതിന് ഇനി ഇങ്ങോട്ട് 20, നമ്മൾ ഇങ്ങോട്ട് 20 ആണ് ആദ്യം എടുത്തത്. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 20 10 20 പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തു. ഇനി ഇവ തമ്മിൽ അങ്ങോട്ട് കൂട്ടി യോജിപ്പിക്കാം. ഇപ്പോൾ ഇത് മൊത്തം എത്ര വന്നു? നമുക്ക് 20ഉം 20ഉം എത്ര ഡിഗ്രി ആയി? നമുക്ക് 40 ഡിഗ്രി കിട്ടി അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് 40 ഡിഗ്രി. ഓക്കെ, ഇനി പറഞ്ഞിട്ട് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഈ ലൈനും ഈ ലൈനും പാരലാണ് അല്ലേ? അപ്പോൾ നാം എന്ത് ചെയ്താൽ മതി? ഈ ലൈനിന് ഇവിടെ നമുക്കൊരു പാരൽ ലൈൻ വരയ്ക്കാം അല്ലേ? ഈ പോയിന്റിൽ നിന്ന് വേണ്ട, ഇത് കറക്റ്റായിട്ട് വെച്ചു. ഇനി സ്കെയിൽ ഇതുമ്പോൾ മുട്ടിച്ച് വെച്ചു. മുട്ടിക്കരുത്, പിന്നെ തെറ്റരുത്. ഇത് കറക്റ്റായിട്ട് മുട്ടിക്കഴിഞ്ഞാൽ സ്കെയിലിൽ നമ്മൾ അമർത്തി പിടിക്കുക. പിന്നെ ഈ ഇത് നമ്മളിങ്ങനെ നീക്കി ഇതിനോട് ചേർത്ത് ഇങ്ങനെ നീക്കി കൊണ്ടുവരാം. മനസ്സിലായല്ലോ? എന്നിട്ട് നമുക്ക് ഈ പോയിന്റ് ആവശ്യമുള്ളത് ഈ പോയിന്റിൽ നിന്നാണ് അല്ലേ? ഈ പോയിന്റിൽ നിന്നാണ് നമുക്ക് വരയ്ക്കേണ്ടത്. ഇത് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സ്കെയിലിനെ ഫ്രീ ആക്കാം. സ്കെയിലിനെ മാറ്റി ഞാൻ എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ നിങ്ങൾ ഒരു ലൈനും കൂടി വരച്ചു കൊടുക്കാം. ഓക്കെ, കണ്ടില്ലേ? അപ്പോൾ ഈ ലൈനിൻ്റെ പാരലിൽ നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് വേണം? ഈ ലൈനിന് പാരൽ വരയ്ക്കണം അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് ഈ ലൈനിന് ഒരു പാരൽ ലൈൻ വരയ്ക്കുക. ഇതേപോലെ തന്നെ നോക്കിയാൽ ഈ ലൈനിന് ഇത് ലൈനിൻ്റെ പാരലാണ് വരയ്ക്കുന്നത്. ഇതുപോലെ കറക്റ്റ് ലൈനിൽ വെച്ചു. ഞാൻ സ്കെയിലൂടെ കറക്റ്റായിട്ട് മുട്ടിച്ച് പിടിച്ചു. ഇനി എന്ത് ചെയ്താൽ സ്കെയിൽ അമർത്തി പിടിക്കുന്നു. പതുക്കെ ഇങ്ങനെ നീട്ടി ഇങ്ങനെ നീക്കി കൊണ്ടുപോകുന്നു. നമുക്ക് വേണ്ട ആ 2 എന്ന് എഴുതിയേണ്ടത് കറക്റ്റ് ഇതിലെത്തിയല്ലേ? ഇനി നമുക്ക് സ്കെയിലിനെ റിലീസ് ചെയ്തു. അതിനുശേഷം ലൈൻ വരച്ചു. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഫിഗർ കിട്ടി അല്ലേ? അപ്പോൾ ഇത് 40 ഡിഗ്രിയാണ്, ഇത് 2 സെൻറ്റിമീറ്റർ ആണ്. മനസ്സിലായല്ലോ? ഈ ലൈനിന് പാരലാണ് ഈ ലൈൻ, ഈ ലൈനിന് പാരലാണ് ഈ ലൈൻ അല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ.